സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. മണിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് നമ്മുടെ MLA അംബിക മേഡം നൽകി. അതൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ മണിയണ്ണൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മണിമുത്തല്ലേ അല്ലേ, അത് കാരണം ഞാനുമായിട്ട് തന്നെ കാര്യം. ചേട്ടൻ പിന്നെ ലംബോദര എന്നൊക്കെ പറയും. ഭയങ്കര കോമഡിയാണ് എന്നോടൊക്കെ അത്. മണിച്ചേട്ടൻ്റെ പേര് ഇപ്പോൾ രണ്ടാമത്തെ അവാർഡാണ്. രണ്ടാമത്തെ. മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിയില്ലല്ലേ? അത് പാടാല്ലേ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊടുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇത് പാടിയപ്പോൾ ഇത്രയും വൈറലാവുമെന്ന് വിചാരിച്ചു? ഇല്ല, ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. വൈറലാവുമെന്ന് കുട്ടികളെല്ലാവരും പാടി നടക്കുന്നു ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അത്ഭുതമായിപ്പോയി. എല്ലാവരും പറഞ്ഞായിരുന്നു ഹിറ്റാവുമെന്ന്. ഇത്ര വരെ ഇതൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഈ ഒരു പാട്ട് പാടാൻ സമയത്ത് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു 3 ടോണിൽ പാടിയാലേ പറഞ്ഞായിരുന്നു. ആദ്യം ഹാർഡായിട്ട് പാടാൻ, എനർജറ്റിക് ആയിട്ട് പാടാൻ പറഞ്ഞു ദീപു നൈനൻ തോമസ്, മ്യൂസിക് ഡയറക്ടർ. അതിനുശേഷം താരാട്ടിൻ്റെ ഭാഗം ഇച്ചിരി സോഫ്റ്റ്, സൗണ്ട് ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ പലതരത്തിലും എന്നെക്കൊണ്ട് പാടിച്ചു. സംഭവമല്ലേ, അതൊരു ഭാഗ്യമായിപ്പോയി. മണിച്ചേട്ടനുമായിട്ട് സിനിമയിൽ പാടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. സ്കൂളിൽ ബസ് വിതരണം, സ്കൂൾ ബസ് നൽകുന്ന ആ സമയത്ത് ചേട്ടന് ഉച്ചയ്ക്ക് ചോറ് വിളമ്പി തന്നു. രണ്ട് പ്രാവശ്യം പ്രോഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ ദോഹയിൽ വെച്ച് ഈണം സ്വരളയ അവാർഡിന് മണിച്ചേട്ടനും ഉണ്ടായിരുന്നു. അടുത്ത് വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നല്ല രസമായിട്ട് ഞങ്ങളെപ്പോഴും ഫോണിൽ വിളിക്കുമായിരുന്നു. 3-ാം നാൾ എന്നുള്ള സിനിമയിലെ പാട്ട് ഓർമ്മയില്ല, മണിച്ചേട്ടൻ സിനിമയും പാടിയായിരുന്നു. അത് പിന്നെ വന്നോ ഇല്ലയെന്ന് അറിയില്ല. അത് കേട്ടെങ്കിൽ അത് ഓർമ്മ വന്നേന്. അതൊരു കാറ്റേ കാറ്റേയും പാടിക്കുമായിരുന്നു. കാറ്റേ കാറ്റേന്ന് പഠിക്കേ എന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ പാടിക്കുമായിരുന്നു. ആ ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ വലഞ്ഞോനാണ്ട്യ, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കാരണം ഇന്നെൻ്റെ വീട്ടില് നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടിയ. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ വലഞ്ഞോനാണ്ടിയ. മാറിക്കോട്ടെ, മാറിക്കോ.
ഈ അമ്മ ശരി കേട്ടോ. എല്ലാവർക്കും ഹാപ്പി അയ്യോ പെട്ടെന്ന് അത് എത്ര നേരം നിൽക്കാൻ കേട്ടോ അതുകൊണ്ട് എന്താമേ ആ ശരി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.